ഈ പരിസ്ഥിതി ദിനത്തിൽ കോട്ടയം നഗരമധ്യത്തിൽ വനവൽക്കരണം നടത്തുന്ന ഒരു അധ്യാപകനെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഈരേൽക്കടവ് കോടിമത റോഡിലൂടെ പോയാൽ അതിന്റെ സൗന്ദര്യം അനുഭവിച്ചറിയാം. എല്ലാവർക്കും സുപരിചിതനായ ആ അധ്യാപകന്റെ വിശേഷങ്ങളിലേക്ക്. ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഉണ്ടായതല്ല എനിക്ക് ചുറ്റും കാണുന്ന ഈ പച്ചത്തുരുത്തുകൾ. ഒരു അധ്യാപകന്റെ നിസ്വാർത്ഥവും നിതാന്തവുമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വനവൽക്കരണം. ആ അധ്യാപകൻ മറ്റാരുമല്ല, നമ്മളിൽ പലർക്കും അറിയാം, മുല്ലപ്പെരിയാർ സമരത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന CP റോയിയാണ്. സാറിനെ നമുക്ക് പരിചയപ്പെടാം. ഈ വനവൽക്കരണത്തിൻ്റെ വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. എന്താണ് ഇങ്ങനെ ഒരു വനവൽക്കരണവുമായി മുന്നിട്ടിറങ്ങാൻ കാരണം? 1990 ഗ്രീൻ ലീഫ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചു. അന്ന് ഞാൻ ഇടുക്കിയിലെ കോളേജിലാണ് വർക്ക് ചെയ്തിരുന്നത്. വിദ്യാർത്ഥികളെ കൂടെ കൂട്ടി ഒരു വനവൽക്കരണ പരിപാടി തുടങ്ങണമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു. കൂടുതലും അന്ന് ഈ വനങ്ങളൊക്കെ കുറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു കാലഘട്ടവും, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ പ്രതിരോധിക്കുമെന്നുള്ളതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, അല്ലെങ്കിൽ ഇന്ന് വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് വിയോജിപ്പുകളും ഒക്കെ ഉണ്ടാവാം. പക്ഷേ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് കാടും വനവും പ്രകൃതിയും ഉണ്ടായേ കഴിയൂ. കുടിവെള്ളമാണെങ്കിലും ശുദ്ധവായുവാണെങ്കിലും ഭക്ഷണമാണെങ്കിലും നമുക്ക് പ്രകൃതിയെ ആശ്രയിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ ഗ്രീൻ ലീഫ് എന്ന സംഘടന 1990 തുടങ്ങി ഇപ്പം 35 വർഷമായി. കൂടുതലും വിദ്യാർത്ഥികളായിരുന്നു അന്ന് നമ്മുടെ ഗ്രീൻ ലീഫിൽ പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ പിന്നീട് നിരവധി ആളുകൾ, അപ്പോൾ നമ്മുടെ സംഘടനയുടെ മാനദണ്ഡം എന്ന് പറയുന്ന ഒരു തൈ നട്ട ആർക്കും ഗ്രീൻ ലീഫ് മെമ്പറാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ഓട്ടോറിക്ഷ തൊഴിലാളികളെ, സാധാരണ ആളുകളെ, അങ്ങനെ നിരവധി ആളുകൾ നമ്മുടെ സംഘടനയിൽ ഉണ്ട്. അങ്ങനെയാണ് ഈ ഒരു നല്ല ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് വെള്ളവും വായുവും ഭക്ഷണവും മണ്ണിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആ മണ്ണ് സംരക്ഷിക്കപ്പെടണം. അതിൻ്റെ ഒരു ബോധ്യത്തിൽ നിന്നാണ് ഗ്രീൻ ലീഫ് എന്ന സംഘടന തുടങ്ങിയതും പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ ഈ മരങ്ങളൊക്കെ എവിടൊക്കെയാണ് നടുന്നത്? എങ്ങനെയാണ് ഈ നടുന്നതിൻ്റെ ഒരു രീതി? നമ്മൾ ഓരോ പൊതുസ്ഥലങ്ങൾ കണ്ടുപിടിക്കുക. ഇപ്പം ഈ റോഡ് തന്നെ ഉദാഹരണം പറഞ്ഞാൽ 2015 ഈ റോഡിൻ്റെ മണ്ണടിച്ചു തീർന്നത്. അന്ന് ടാറിങ് ഒന്നും നടന്നില്ല, ഫുട്പാത്ത് വന്നിട്ടില്ല, ഒന്നുമില്ല, മണ്ണടിച്ചു തീർന്നു. അപ്പം നല്ല വീതിയുള്ള റോഡ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഈ റോഡിൽ മരങ്ങൾ നടാം. അത്ര വിശാലമായൊരു റോഡാണ്. ടൗണിൻ്റെ ഒരു രണ്ട് മെയിൻ റോഡുകളെ ലിങ്ക് ചെയ്യുന്ന, KK റോഡിനെ MC റോഡിനെ ലിങ്ക് ചെയ്യുന്നൊരു നല്ല റോഡ്. അപ്പോൾ ഒരു നല്ലൊരു മരങ്ങളൂടെ നിൽക്കുന്ന ഒരു സ്ട്രീറ്റാക്കി മാറ്റണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അപ്പം സ്ഥലം കണ്ടുപിടിച്ചു. അതിനുശേഷം പിന്നീട് തൈകൾ ഏതൊക്കെ വെക്കണമെന്ന് തീരുമാനിച്ചു. ഒരു ദിവസം ഏത് സമയത്താണ് കണ്ടെത്തുന്ന സമയം? വൈകുന്നേരങ്ങളിൽ 5 തൊട്ട് 7:30 വരെ എല്ലാ ദിവസവും ഞാൻ മറ്റ് തിരക്കുകളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ 2.5 മണിക്കൂർ വൈകുന്നേരത്ത് ഈ റോഡിലോ ഇതുപോലെ മരങ്ങൾ നട്ടിരിക്കുന്ന മറ്റ് സ്ഥലങ്ങളിലോ പോയി അങ്ങ് വർക്ക് ചെയ്യും. അതിൽ തൈ നടിയിൽ ഞാൻ ഓഗസ്റ്റ് വരെ നടത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ തൈ നട്ടാൽ കേരളത്തിൽ പിടിക്കത്തില്ല. കാരണം പിന്നെ നമുക്ക് മഴ ഏകദേശം നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി മാസങ്ങളിലെല്ലാം കാട് തെളിക്കലാണ്. നമ്മുടെ സോഷ്യൽ ഫോറസ്ട്രിയോ ഒക്കെ മരം നട്ട് അവർ നടുന്ന മരങ്ങളെല്ലാം പിടിക്കുന്നുണ്ട്. എല്ലാ മരവും പിടിക്കും. പക്ഷെ പിന്നീട് തുടർന്ന് അതിൽ കാട് കയറുന്നത്, അത് തെളിക്കാനോ ശ്രദ്ധിക്കാനോ ആരും വരാത്തത് കൊണ്ടാണ് നമ്മുടെ സോഷ്യൽ ഫോറസ്ട്രിയുടെ മരങ്ങളൊക്കെ പോകുന്നത്. പൊതുവെ ഈ ഈരേൽക്കടവ് കോടിമത റോഡിൻ്റെ ഇരുവശങ്ങളിലും ബാമ്പുവാണ് കാണാൻ കഴിയുന്നത്. എന്താണ് ഈ ബാമ്പു കൂടുതലായി ഇവിടെ നട്ടു വളർത്തിയത്? അതെ, ഈ റോഡിലെ മണ്ണ് വെളിയിൽ നിന്ന്, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന്, മല്ലപ്പള്ളി അതുപോലുള്ള കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടിട്ട് ഫില്ല് ചെയ്ത റോഡാണ് ഇത്. പാടശേഖരത്തിന് നടുക്കൂടെ പോകുന്ന റോഡാണല്ലോ. അപ്പോൾ
എല്ലാ വർഷവും ഈ റോഡിൽ കൊടൂരാറ്റിൽ നിന്ന് വെള്ളം കയറാറുണ്ട്. അപ്പം എനിക്ക് തോന്നി ഈ റോഡിലെ ഈ മണ്ണ് വെളിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട മണ്ണ് അത് ഒലിച്ചു പോകാതിരിക്കാനായിട്ടാണ് ബാമ്പു തന്നെ വെക്കാൻ തീരുമാനിച്ചു. ബാമ്പു നന്നായിട്ട് മണ്ണ് ഹോൾഡ് ചെയ്യുന്ന ഒരു മരവും കൂടിയാണ്. അങ്ങനെയാണ് ഈ റൂട്ടിൽ ബാമ്പു തന്നെ വെക്കാൻ തീരുമാനിച്ചത്. ഓരോ സ്ഥലത്തും ഓരോന്ന്. ഇതുപോലെ തന്നെയാണ് പടിഞ്ഞാറൻ ബൈപ്പാസിലും. അതും ഇതുപോലെ പുറത്തുനിന്ന് മണ്ണ് കൊണ്ട് ഫില്ല് ചെയ്ത റോഡാണ്. അവിടെയും ഇതുപോലെ തന്നെ ബാമ്പുവാണ് കൂടുതലും നട്ടിരിക്കുന്നത്. മാവും നട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഗ്യാപ്പ് വരുന്ന സ്ഥലങ്ങളിൽ മാവും ഉണ്ട്. ഇപ്പോൾ ഈരക്കടവ് റോഡിലാണെങ്കിൽ എല്ലാം കൂടെ ഒരു 500 മാവും നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ബാമ്പുവിന് മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഒരു ആലിൻ്റെ അത്രയും ഓക്സിജൻ ബാമ്പു തരും. കാരണം അത്രയ്ക്കും ഇലകളുണ്ട് ബാമ്പുവിന്. പിന്നെ മാത്രമല്ല, ഇതിൻ്റെ കമ്പുകൾ സാധാരണക്കാർക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്നതാണ്. ഇത് ഒരു ചെറിയ സാധാരണക്കാർക്ക് ഒരു കോഴിക്കൂട് ഉണ്ടാക്കാനോ ഒരു മുയലിനെ വളർത്താനൊരു കൂടുണ്ടാക്കാനോ അതുപോലെ തന്നെ ഒരു ഷെഡൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് ഒത്തിരി പ്രയോജനം ചെയ്യുന്ന മരവും കൂടാണ്. ഇപ്പോൾ ഇതിൽ 1 or 2 ഷൂട്ട് അല്ലെ 5 or 6 ഷൂട്ട് വെട്ടിയാലും പകരം അത്രയും ഷൂട്ട് വീണ്ടും ബാമ്പുവിന് വരും. അതുകൊണ്ട് തന്നെ ബാമ്പു ആകട്ടെ എന്ന് ആദ്യമേ തന്നെ വിചാരിച്ചു. അങ്ങനെയാണ് ബാമ്പു നടാനായിട്ട് തീരുമാനിച്ചത്. എന്തായാലും നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി ആരൊക്കെയോ കരുതി വെച്ച് പോയതിൻ്റെ ഫലമാണ്. അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതലാണ് ഈ അധ്യാപകൻ ഇവിടെ നടത്തുന്നത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.